വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് നിങ്ങൾക്ക് ഉള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ കുറച്ച് ആൾക്കാരുടെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോയിസ് ക്ലിപ്പാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികൾ തന്നെയാണ് നമ്മളെ പറ്റിച്ചത്. 2 പെണ്ണുങ്ങളാണ്. മലയാളികൾ തന്നെയാണ്. ഹിന്ദിക്കാർ പിന്നീടുള്ള ആൾക്കാരാണ്. മലയാളികൾ തന്നെയാണ്. ഞാനിവിടെ വന്നിട്ട് റഷ്യയില് ഇതേപോലെ ഈ വിസയിൽ വന്നാണേ. ഇത് അവര് പറയണ കാർഡ് എടുക്കാം, രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പ്രശ്നമൊന്നും ഇല്ലെന്നാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയോ? പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ കയറ്റി വിടോ? അല്ല, നമ്മൾ കാർഡോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഏജന്റുമാർ പല ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ, ഏജന്റുമാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. TRC തരും, മറ്റേ ഗ്രീൻ കാർഡ് തരും, അത് ഇത് തരും, മറ്റേ തരും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും സംവിധാനം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നിയമപരമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ കുറെ പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടുവന്നതെല്ലാം മലയാളികളാണ്. മലയാളികളുടെ പൈസ കൊടുത്തു 4 ലക്ഷം രൂപ. ഇത് ഹിന്ദിക്കാരെയാണ് ബാക്കി ചെയ്തതെല്ലാം. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടേ. എനിക്കറിയാവുന്ന ഒരു 10-30 പേര് കാണും. അപ്പോൾ ഇവരൊക്കെ പിന്നെ എങ്ങനെയാ നിൽക്കുന്നേ? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അതിൻ്റെ അകത്ത് ഒരാളാണ് ഞാനും. ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. ഹിന്ദിക്കാർ തന്നെ പിള്ളേര് സെറ്റ് ഒത്തിരി പിള്ളേര് നിൽക്കുന്നുണ്ട്. മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വാജിമാർ ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു അപ്പാർട്ട്മെന്റിലായിരുന്നു, നോവ കാസിനോയില്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ട് കാണുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിലൊന്നും ഒരു സത്യാവസ്ഥയില്ല. കാരണം നിങ്ങൾ ആ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വരിക. കാരണം എൻ്റെ പല വീഡിയോസിലും ഞാൻ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുക. കാരണം ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വിത്ത് എവിഡൻസോട് കൂടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളും മനസ്സിലാവും. തട്ടിപ്പുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അതിനൊന്നും ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എന്നെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ മോശമായ രീതിയിലൊക്കെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചില ആളുകൾക്ക് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം അത് ഇപ്പോൾ ഒരാൾ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അത് ചില ഏജന്റുമാർക്ക് ഉണ്ടാകുന്ന ഒരു കുശുമ്പ്, അസൂയ എന്നൊക്കെ പറയാം. അവരുടെ ബിസിനസ് തകരുകയാണ്. അതായത് 7 ലക്ഷം 8 ലക്ഷം രൂപ കൊടുത്തിട്ട് കൊണ്ടുവരുന്ന ആളുകളെ വളരെ തുച്ഛമായ എമൗണ്ടിൽ ഇവിടെ എത്താമെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ടൂറിസ്റ്റ് വിസയ്ക്ക് ഇത്ര തുച്ഛമായ എമൗണ്ട്. കാരണം ഓരോ കാര്യങ്ങളും ജെന്യൂനായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാരണം തന്നെ പല ശത്രുക്കളും എനിക്കെതിരെ വളരെ അധികം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്നും നമുക്ക് മുകളിലേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് ആ ചെന്നായ്ക്കൾ ഇങ്ങനെ കുരച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വീണ്ടും എനിക്ക് എൻ്റെ അറിവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്ര കാലം ഇവിടെ ഉള്ളത് കാരണം എൻ്റെ അറിവും കാര്യങ്ങളും ഉപയോഗിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെ ബൈ.